പിന്നീട് പറയുന്നു ഔ ഹിജാമ, ഹിജാമയുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഹിജാമ നോമ്പ് മുറിക്കുന്ന കാര്യമാണോ അല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന കാര്യമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട രണ്ട് തെളിവുകളും കാണാൻ സാധിക്കും. ഇമാം അബൂ ദാവൂദും ഇബ്നു മാജയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അഫ്തറൽ ഹാജിമു വൽ മഹ്ജൂം, ഹിജാമ ചെയ്തവനും ഹിജാമ ചെയ്യപ്പെട്ടവനും രണ്ടുപേരുടെയും നോമ്പ് മുറിഞ്ഞു, രണ്ടുപേരുടെയും നോമ്പ് മുറിച്ചു എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹിജാമ നോമ്പിന്റെ പകലിൽ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ നോമ്പ് മുറിഞ്ഞു, ആ ചെയ്തു കൊടുത്തവന്റെയും നോമ്പ് മുറിഞ്ഞു എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ ഹദീസിനെ മറ്റൊരു ഹദീസ് കൊണ്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റമളാനിന്റെ പകലിൽ ഹിജാമ ചെയ്തതായും പിന്നീട് അവിടുന്ന് അതിന് ഖളാവ് കിട്ടിയതായി ഒരു രേഖയും വന്നിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹിജാമ ഒരാൾക്ക് റമളാനിന്റെ പകലിൽ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ ഈ ഒരു ഭാഗം വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയാണ്, ഇത് നോമ്പിന്റെ മസ്അലകളിൽ വലിയ ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു അസ്അബായ ഒരു പ്രയാസമുള്ള ഒരു മസ്അല തന്നെയാണ്. കാരണം രണ്ട് തെളിവുകൾ രണ്ട് ഭാഗത്തുമുണ്ട്. അപ്പോഴാണ് പണ്ഡിതന്മാർ അങ്ങനെ പറയുക. അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ ഹിജാമ ചെയ്യട്ടെ എന്ന് വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യരുത്, നിങ്ങൾ മഗ്രിബിന് ശേഷം ചെയ്തോളൂ എന്നായിരിക്കും പറയുക. എന്നാൽ ഒരാൾക്ക് കടുത്ത പ്രയാസം വന്നാൽ വേറെ ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലുമൊക്കെ ഹിജാമ ചെയ്താലേ അത് മാറുള്ളൂ, അങ്ങനെയുള്ള രോഗവുമായി കടുത്ത പ്രയാസവുമായി ഒരാൾ വന്നു കഴിഞ്ഞാൽ അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഹിജാമ ചെയ്യുകയാണ് എങ്കിൽ അവരുടെ നോമ്പ് മുറിഞ്ഞു എന്ന് പറയുകയില്ല. കാരണം ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഹിജാമ ചെയ്തു കഴിഞ്ഞാൽ നോമ്പ് മുറിയുകയില്ല എന്ന അഭിപ്രായക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ നിലക്ക് മനസ്സിലാക്കുക, അത്ര അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുക. അതല്ല എങ്കിൽ നമുക്ക് രാത്രിയിൽ സമയമുണ്ട്, ഫജ്റിന് മുമ്പ് സമയമുണ്ട്, അതുപോലെ മഗ്രിബിന് ശേഷം മുതൽ അങ്ങോട്ട് മുഴുവൻ സമയമുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ നമ്മളത് പരമാവധി സൂക്ഷ്മതക്ക് നോമ്പ് കൊണ്ട് ഹിജാമ ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത് എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ താഴെയായി പണ്ഡിതന്മാർ ചർച്ച ചെയ്ത മറ്റൊരു വിഷയമാണ് അത്തബറുഉ ബിദ്ദം, രക്തദാനം നമ്മൾ നൽകുക എന്നുള്ളത്. ദാനമായി നമ്മൾ രക്തം കൊടുക്കുന്നത് അത് സഹോദരങ്ങൾ നോമ്പിനെ മുറിക്കുമോ എന്നുള്ളത്. ഇതും മുകളിലുള്ള അഭിപ്രായ വ്യത്യാസവുമായി ബന്ധപ്പെട്ട് അങ്ങനെ തന്നെ നിലനിൽക്കാൻ. കാരണം ഹിജാമ കൊണ്ട് നോമ്പ് മുറിയെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെല്ലാം തന്നെ നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്താലും നോമ്പ് മുറിയുമെന്ന് പറയുന്നവരാണ്. എന്നാൽ ഹിജാമ കൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്ന് പറഞ്ഞവർ ബ്ലഡ് ഡൊണേഷൻ കൊണ്ടും നോമ്പ് മുറിയുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുലൈമാൻ റുഹൈലി സമാനമായ അഭിപ്രായമാണ് അദ്ദേഹം ഇവിടെയും പറയുന്നത്. അഥവാ ഒരാൾക്ക് അത്ര അർജന്റ് ബ്ലഡ് കൊടുത്തേ മതിയാവൂ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായി എങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് കൊടുക്കാവുന്നതാണ്, അയാളുടെ നോമ്പ് മുറിയുകയില്ല. അതല്ല എങ്കിൽ അയാൾ രാത്രിയിലേക്ക് വൈകിപ്പിക്കുക. അപ്പൊ നമ്മളത് ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ബ്ലഡ് കൊടുക്കുമ്പോൾ അറിയാവുന്ന കാര്യമാണ്, നമ്മൾ കൊടുക്കുന്ന ബ്ലഡ് അല്ല അവർ കൊടുക്കുക. അവരുടെ ബ്ലഡ് ബാങ്കിൽ ഓൾറെഡി അവർ ബ്ലഡ് ഉണ്ടാവും. അപ്പൊ അതിന് പകരമായിട്ടാണ് മിക്കവാറും നമ്മുടെ ബ്ലഡ് അവർ കളക്ട് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വല്ല ആവശ്യവും വരികയാണ് എങ്കിൽ നമുക്ക് മഗ്രിബിന് ശേഷമുള്ള ഒരു സമയത്ത് കൊടുക്കാൻ പറ്റുന്ന ബ്ലഡ് ബാങ്ക് സംവിധാനം ഉണ്ടെങ്കിൽ, എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല, മഗ്രിബിന് ശേഷം വന്നിട്ട് തരാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെങ്കിൽ നമ്മൾ പരമാവധി അങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് എന്താണ്, ഒരു സൂക്ഷ്മത എന്നുള്ള അടിസ്ഥാനത്തിലാണ്. കാരണം ഇത് നോമ്പ് മുറിയോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സാഹചര്യം ഉണ്ട് എങ്കിൽ നമ്മൾ അത് മഗ്രിബിന് ശേഷം തന്നെ മാറ്റിവെക്കുക, ഹിജാമയുടെ കാര്യം പറഞ്ഞതുപോലെ. എന്നാൽ അങ്ങനെ സാഹചര്യമേ ഇല്ല, നിങ്ങളിപ്പോൾ കൊടുത്താലേ ബ്ലഡ് കിട്ടുകയുള്ളൂ, അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരികയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് അവർക്ക് കൊടുക്കാവുന്നതാണ്, അവരുടെ നോമ്പ് മുറിയുകയില്ല എന്ന് മനസ്സിലാക്കുക.